നമസ്കാരം, എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് സത്താൻ മനുവിൻ്റെ റംസാൻ സ്പെഷ്യലാണ്. അപ്പോൾ ഒരു സ്വീറ്റ് ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ബദാം ഷീര. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ കുറച്ച് പാലിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി, അതായത് തിക്നെസ് എന്ന് പറയുന്നത് ആ പാലിൻ്റെ അതേ തിക്നെസ് തന്നെ ആവണം. ഒരുപാട് തിക്കായിട്ട് കലക്കിയെടുക്കരുത്. കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തു. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ബദാം ഷീര ആയതുകൊണ്ടാണ് കുറച്ചധികം ബദാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാമും കാഷ്യൂ നട്ട്സും ചേർന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കിസ്മിസും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം, കരിയാതെ സൂക്ഷിക്കുക. അപ്പോൾ ഇതേ പാനിലേക്ക് ബാക്കി വന്ന നെയ്യിലേക്ക് നമ്മളതിന് റവ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി റോസ്റ്റഡ് റവ ആണെങ്കിൽ കൂടി ഒന്നുകൂടി ഇതുപോലെ നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിൽ വേണം നമ്മളിത് റവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വറുക്കണം. അപ്പോൾ ഇതാ നോക്കിക്കേ, അപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈറ്റായിട്ടൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എടുത്തിരിക്കുന്ന ഈ ഒരു പാല് മതിയായില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കാരണം ഈ റവ കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു യെല്ലോ കളറാണ് ഞാൻ ആഡ് ചെയ്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഷുഗറിൻ്റെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മധുരമൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് മതിയായില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റവയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പഞ്ചസാര കുറച്ചധികം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറഞ്ഞ മധുരത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബദാം ഷീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ റംസാന് ഇതൊരു നല്ലൊരു വിഭവമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ തന്നെ ചാനൽ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോകളൊക്കെ കാണുക. താങ്ക്